എന്താ പറഞ്ഞാൽ എവിടെ ഞങ്ങളവിടെ അങ്ങനെ പണിയിലാണ്. അങ്ങനെ വേറെ ആള് പറഞ്ഞിട്ട് വന്നേണേ. ഞാൻ എന്താ പറഞ്ഞേ, പിന്നെ ഞാനിപ്പോൾ വന്നോളൂ, നിങ്ങൾക്കറിയാലോ. ഒരു 10-15 സ്ഥലം ഞാൻ പെരിന്തൽമണ്ണ. ഒരാളിങ്ങനെ കുട്ടനുണ്ട്. ഞങ്ങൾ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഈ ചമ്മാട്. അപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെ കർമ്മം ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ മൂപ്പരെ ഇവിടെ പോയിക്കണം എന്തോ ഒരു ആവശ്യത്തിന്. അപ്പോൾ നമ്മളൊരു ചങ്ങായി ടോയ്ലറ്റും പോയി കുറച്ച് സംസാരിച്ചോളിന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ ജോലിയിലാണ് പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. മുജീബായി. മുജീബ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അവിടെ ഞങ്ങളത് വയലിരുന്നു. അപ്പോൾ ഞാൻ നിർത്തിക്കുന്ന പരിപാടി. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി തുടങ്ങണം. അതിനെന്താ നിങ്ങളെ എന്താ പരിപാടി എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ജ്യൂസ് കട, കപ്പീരി അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പണി അറിയോ? പണി വല്ലാതെ അറിയില്ല. പണിക്കാരെ വെച്ചുകൊണ്ടാണോ പണി തുടങ്ങുന്നത്? അങ്ങനെ വെച്ചാൽ പണിക്കാരെന്തായാലും 1-2 വെക്കണ്ടേ. ബഡ്ജറ്റ് അധികമൊന്നുമില്ല. അപ്പോൾ ഒരു പുതിയ സ്ഥാപനം ഒരു 4 ഒരു സ്ഥാപനത്തിൽ പുറത്തുനിന്ന് പണിക്കാർ പോകണം. എന്താ വെച്ചാൽ ഞാനെപ്പോഴും കച്ചവടത്തെ പഠിക്കുന്നത് ചില ആൾക്കാർ പറയും അത് ഞമ്മക്ക് തന്നെ എടുക്കാം, പാർട്ണർഷിപ്പ് ഞമ്മക്ക് തന്നെ എടുത്താൽ നമുക്ക് പുറമക്കാർക്ക് പൈസ കൊടുക്കണ്ടല്ലോ. അതിൻ്റെ അത് തെറ്റാണ്. ഈ മക്കളെ ആരെങ്കിലും ഭാഗ്യമാവും ചിലപ്പോൾ ഈ കച്ചവടം ഇതാവണം. അതേമാതിരി തന്നെ നിങ്ങൾ ഈ ബിസിനസ്സായിട്ട് അറിയോ? അല്ല, ബിസിനസ് സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് നാട്ടിൽ അവിടെ ഗൾഫിൽ ചെയ്യണ മാതിരില്ല. നാട്ടിൽ ഗൾഫ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ നൂലാമാലുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ ഓരോ പേപ്പർ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ടത്തെ മാതിരി പെട്ടിക്കട ഇറച്ചാണ്ട് അത് മാർക്കറ്റ് ചെയ്യാണ്ട് പരിപാടി എടുക്കണം. പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പണി അറിഞ്ഞിരിക്കണം ഒന്ന്. പിന്നെ അത് പണിക്കാരെ കണ്ടുങ്ങാണ്ട് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. പിന്നെ അതിനുള്ള റിസ്ക്, ഒരു മുതലാളി ഒരു റിസ്ക് ഫസ്റ്റ് എടുക്കേണ്ടതാണ്. ഞാനത് എടുക്കും, ഇന്നെക്കൊണ്ട് നടത്താം കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. പിന്നെ ഈ 5 ലക്ഷത്തിനാണ് ഉണ്ടെങ്കിൽ ഈ നിങ്ങളെ മെയിൻ്റനൻസ് എല്ലാം കൂടി വരുമ്പോൾ ഈ 5 ലക്ഷത്തിന് ഒരു 5 കൂടി വേണം. 50 ലക്ഷത്തിനാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ 50 ലക്ഷം കൂടി വേണം. എത്ര വെച്ചാൽ മെയിൻ്റനൻസ് കൂടും. ബിസിനസ്സിന് ഇതെങ്ങനെ കൂടുന്ന അതിന് മെയിൻ്റനൻസിനും പൈസ കൂടും. നമ്മളൊരു 10 ലക്ഷത്തിന് പേരെടുക്കുമ്പോൾ 50 ലക്ഷത്തിന് പേരെടുക്കുമ്പോൾ മെയിൻ്റനൻസ് കൂടില്ല. അപ്പോൾ കണക്ക് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വരും. എന്ന് പറഞ്ഞാൽ ഈ 5 ലക്ഷം പിന്നെ വേറെ എന്തെങ്കിലും ഡ്രൈവിംഗ് കാണില്ല. ഡ്രൈവിംഗ് അറിയാം. എന്നാൽ ഞാൻ ഒരു പണിയല്ലേ എൻ്റെ ഒരു ഞാൻ പണ്ട് ഇവിടെ ഓട്ടോയുടെ ഒരു 1.5 ലക്ഷം റുപ്യക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങി. ഒരു ആക്റ്റീവ അടവ് തീരുമ്പോഴത്തേനും 1.35 1.40 പേപ്പർ വർക്ക്. ഈ 1.5 ലക്ഷം റുപ്യക്ക് നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടവിനെടുക്കുക 1.5 ലക്ഷം. എന്നാലും കിട്ടും നിങ്ങൾക്ക് വിൽക്കുമ്പോൾ ഒരു 3/4 ഭാഗം. അള്ളാൻ്റെ തൊപ്പിക്ക് ഉണ്ടെങ്കിൽ ഒരു കേടുപാടില്ലെങ്കിൽ 3/4. പക്ഷേ ഈ കടമ കയറ്റി പൈസ ആര് തരും? അതുകൊണ്ട് പൊളിച്ച് അടുത്ത് വെച്ചാൽ ഇതിങ്ങനെ കയറ്റുമ്പോഴാണല്ലോ. ഇതൊക്കെ പൊളിച്ച് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു, ഇത് പൊളിച്ച് വെച്ചാൽ ഇതിന് വിലയില്ല. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ആകുമ്പോൾ എന്തായി ആക്റ്റീവിൻ്റെ ഉപകാരം നടക്കും, കാറിൻ്റെ ഉപകാരം നടക്കും. പിന്നെ ഒരു പാസഞ്ചർ നമുക്ക് തൊഴിലായിട്ടുണ്ട്. 36,000 റുപ്യ ഒരു 100 റുപ്യക്ക് നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 36,000 റുപ്യ നമ്മൾ പോക്കറ്റിന് കൊടുക്കും. പക്ഷേ ഈ 36,000 റുപ്യയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 12 റുപ്യ കൂട്ടിക്കൊള്ളു. ബാക്കി നിങ്ങളെ പെരയുടെ ആവശ്യം ചെയ്യില്ല, ബാക്കിയുള്ള പൈസയും വിടുന്നില്ലേ, മുതൽ വിടുന്നില്ലേ. അപ്പോൾ ഈ ആക്റ്റീവൊക്കെ അടുക്കുന്നതിനായിട്ട് നല്ലൊരു ഓട്ടോ സെറ്റിങ്ങാണ് കൈത്തൊഴിലാറുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ 5 ലക്ഷം ഒന്നായി കൊണ്ടുപോയാണ് പിന്നെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ ഈ 5ഉം പോയി, നിങ്ങളെ അധ്വാനം പോയി, ഇതും പോയി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ 2 ഉപകാരം കിട്ടും. ഒന്ന് 10 റുപ്യേൻ്റെ മീനും വാങ്ങാം. പിന്നെ ഈ നിങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു 4 ആൾക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. ഈ ആക്റ്റീവൊക്കെ കൊടുക്കുന്ന പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. അല്ല, ഞാൻ എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ അഭിപ്രായം ഡ്രൈവിംഗ് അറിയെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ എടുക്കുക 1.5 ലക്ഷം റുപ്യ. ബാക്കി 3.5 ലക്ഷം റുപ്യ മാറ്റി വെച്ചാൽ മതി. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം റുപ്യ അത്യാവശ്യം നല്ല വണ്ടി കിട്ടില്ലേ? അപ്പോൾ ഈ 1.5 ലക്ഷം ഈ ആക്റ്റീവിൻ്റെ പൈസ ആവണമല്ലേ. പിന്നെ ഒരു 10-36,000 റുപ്യ ഒരു കൊല്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്കിൻ്റെ ആ ടൈമിൽ ഇപ്പം വേണ്ടി വരും. അപ്പോൾ ഏത് വണ്ടിക്കും വേണമല്ലോ മെയിൻ്റനൻസ് നോക്കുക. അപ്പോൾ ആക്റ്റീവ് ആയാലും അപ്പോൾ എന്തെങ്കിലും അത് പോയാലും കാര്യങ്ങൾ നോക്കിയാണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. പക്ഷെ എന്നാലും 10 റുപ്യ മീനിന് 10 റുപ്യ കിട്ടും. എൻ്റെ അനുഭവം വെച്ച് പറയാം. ഒരു വരുമാനമാവില്ല. ബാക്കി 3 ലക്ഷം മാറ്റിക്കളയും. എന്തിനാണുള്ള പൈസ നിങ്ങൾ കേൾക്കുന്നത്? എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഉപദേശം തരാൻ എൻ്റെ കഴിയും. നീ 5 ലക്ഷം മരുഭൂമി നയിച്ച പൈസയാണ്.
അതാണ് നമ്മളിപ്പോൾ അത് 5 ഇല്ല ഒരു മൊത്തത്തിൽ പിന്നെ അത്ര ഇത് ഉണ്ടാക്കിയിട്ട് ഇത് തയ്ച്ചിട്ട് ഒന്നും കിട്ടാതെ രാവിലെ മുതൽ മറ്റാളെ കേട് വരുന്നൊന്നുമില്ലല്ലോ. ആ വണ്ടി അവിടെ ഉണ്ടാവില്ല, ഡീസലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു പണിയിൽ ഓർഡർ കിട്ടും. ഞാൻ അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഓടിയാൽ മതി, ഒരാളെ കണ്ണും പോലും കണ്ട. ഏത് ബിസിനസ്സിനും ഞാൻ ചെറുതുമെന്നാണ്. നമുക്ക് ആവശ്യം ഉണ്ടായി ഓടിയാൽ അല്ലെങ്കിൽ എനിക്ക് വേറെ പണിക്ക് പോവാ. വണ്ടി മുതലവിടെ ഉണ്ടല്ലോ. മറ്റേ മുതൽ പോയി. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നത് 36 എൻ്റെ ഈ പെട്രോളിനടുത്ത് ഈ ഇപ്പോൾ ഈ 5 ലക്ഷം റുപ്യ ഈ 5 കൊടുക്കുന്നില്ല ഈ കോളേജ് എൻ്റെ 5 ലക്ഷം. ഈ 36 പോയാലും എനിക്ക് 10 കിട്ടും ഓട്ടോറിക്ഷയിൽ. പക്ഷേ ഈ 36 ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? പോയി കിട്ടില്ല. മറ്റേ എന്തെങ്കിലും 10 റുപ്യ എൻ്റെ മീനുള്ള പൈസ ഇവിടെ കിട്ടും. അപ്പോൾ അതിലെന്ത് ചെയ്യുക? അതിലൊരു 12 റുപ്യ കൂട്ടിക്കോ, 12 റുപ്യ 12,000 റുപ്യ കൂട്ടിക്കോ. അപ്പോൾ ഏതാ ഈ കണക്കിൽ ഏതാണ് ഇത് നോക്കുന്നത്? ഇത് നോക്കണോ, ഇത് നോക്കണോ, ഇത് നോക്കണം. ഇത് പോട്ടെ, ഈ 5 ലക്ഷം അവിടെ കിടക്കട്ടെ. ഈ 1.5 ആണ് എൻ്റെ ബാക്കിയുടെ മാറ്റില്ല. നാളെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വണ്ടിയായി, എൻ്റെ ഒരു വരുമാനമായി, എൻ്റെ ഈ എനിക്ക് നഷ്ടം വരില്ല. എൻ്റെ മുതലാണ്, ആരെ കണ്ണും മൂന്നും കാണും. ഇനി എനിക്ക് വേറെ തൊഴിലിൽ പോകണമെങ്കിൽ എനിക്ക് പോവാം, മറ്റേ പറ്റില്ല. അത് എനിക്ക് തരാനുള്ള ഉപദേശം. ഏതായാലും മുജീബ് വരട്ടെ, നമ്മളെ ഈ കണക്ക് മനസ്സിലാക്കിയാൽ അത് നമുക്കൊന്ന് കാര്യമായിട്ട് വീഡിയോ ചെയ്യിച്ചതന്നെ എനിക്ക് ഓരോരുത്തർക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം.